ക്ലാരമ്മേ, എന്താ ഇത്? എന്റെ ഈശ്വര, ഇവക്കിതെന്ത് പറ്റേ? എന്തോ ആപത്ത് വരാൻ പോകുന്നു. ഇന്നലെ രാത്രി കണ്ടത് വെറും ട്രെയിലർ മാത്രം. ഞാനറിയാതെ ഏതോ പുതിയ തന്ത്രമായിട്ട് ഇറങ്ങിയിരിക്കുക. ഒറ്റയ്ക്ക് ജയിക്കാവുന്ന വിചാരം കാണിച്ചു തരാം ഞാൻ. അമ്മേ ദേവി ഭഗവതി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവരെയും രക്ഷിക്കണേ. അതെപ്പം മുതല്? എന്റെ ഈശ്വര, എന്നെക്കാളും വലിയ ഭക്തയോ? എന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? വന്ന് ദീപത്തിൽ നമസ്കരിക്കും. മുത്തശ്ശി, എന്താണ് മോളെ, നിനക്കിത് എന്ത് പറ്റി? എന്ത് പറ്റാൻ? ദൈവത്തെ തിരിച്ചറിയുമ്പോ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ മാമ? എന്തേ വരാൻ ഇത്ര വൈകിയെന്ന് ദൈവം എന്നോട് ചോദിച്ചു. ചോദിക്കും, എന്നോടും ചോദിക്കാറുണ്ട്. ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോ ഇവിടെ ഒരു ആശ്രമത്തിനുള്ള സ്കോപ്പ് ഉണ്ടല്ലേ? പരശുവൊന്ന് നിർത്ത്. ഞാൻ ചോദിക്കട്ടെ, എന്താ നിന്റെ ഉദ്ദേശം? മനസ്സിലായില്ല. ഈ വേഷം കെട്ടലിന്റെ അർത്ഥം എന്താന്ന്? ഇത് വേഷം കെട്ടലാണെന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞത്? ഒരാളെ നന്നാവാന് സമ്മതിക്കില്ലേ? നിങ്ങളെന്താ മാറി നിൽക്കുന്ന? ദീപത്തെ നമസ്കരിക്ക്. ഓം സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവതീതമസ്തു മാ വിദുഷ്വാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശാന്തി. നമസ്കരിച്ചു. മടിക്കണ്ട, നമസ്കരിച്ചോളൂ. മോനെ, ദീപ നമസ്കാരം നടത്തി. ആരും അത്ഭുതപ്പെട്ട് നോക്കണ്ട, ഇത് ഞാൻ തന്നെയാ, ചെമ്പകശ്ശേരിയിൽ ആത്മജ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ആരും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഇന്നലെയോളം ഞാൻ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് പൊറുക്കണം. പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരവസരം തരണം. ആമി, നീ ഇന്നലെ രാത്രി തുടങ്ങിയത് ഭ്രാന്ത്. അത് നിർത്ത്. എന്താ എന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എന്റെ ഉദ്ദേശങ്ങളെല്ലാം നല്ലത് മാത്രമാണ് ദത്തേട്ട. എന്ന് കാണുന്ന ഞാൻ കൂടി തോന്നണ്ടേ? ജീവിതം ക്ഷണികവും വളരെ നിസ്സാരവുമല്ലേ ദത്തേട്ട? ദത്തേട്ടൻ കേട്ടിട്ടില്ലേ? ഓർത്താൽ ജീവിതം ഒരു ചെറിയ കാര്യം, ആർത്തി കാണിച്ചിട്ടെന്ത് കാര്യം. അത് ശരിയാ. അയ്യോ,
ഇനി മുതല് ഞാനൊരു പുതിയ ആത്മജയായിരിക്കും